കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ട് ചെറിയ കടമക്കുടിയുടെ ബ്യൂട്ടിയും ആ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകതകളൊക്കെ കണ്ടു. അപ്പൊ നമ്മൾ അവിടെ നിന്ന് പോരുന്നതിന് മുൻപായിട്ട് കുറച്ച് കല്ലുമ്മക്കായ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് പറിക്കുന്നതെന്നും അതെങ്ങനെ ക്ലീൻ ചെയ്യേണ്ടതെന്നും അതിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പൊ നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ നമ്മളിത് കല്ലുമ്മക്കായ ഇറക്കാനാണ് നോക്കുന്നത്. ഈ കാണുന്നതൊക്കെ കല്ലുമ്മക്കായ ഇതാണ് നീ പറിച്ചെടുക്കണേ. ഡേഞ്ചറസ് ആണ് ഇതിങ്ങോട്ടൊന്ന് വന്നേ. സൂക്ഷിച്ചു ഒച്ചപ്പാടെടുക്കാതെ തന്നെ അന്നുണ്ടെങ്കി വാ. അത് ചവിട്ട് അവിടെ താന്നു. ആ മൂലക്ക് ചവിട്ട്. അപ്പൊ താന്നോളൂ. അവിടെ ചവിട്ട്. ആ നല്ല വെയിറ്റ് ഉണ്ട്. എന്താ കിട്ടല്ല. തേനീച്ചക്കൂടല്ല കല്ലുമ്മക്കായ കുഞ്ഞുങ്ങളാണ് ചെറുതുണ്ട്. ഒരു കയറുണ്ട്. പക്ഷെ ആ കയറിന്റെ അറ്റം കണ്ടു കഴിഞ്ഞാൽ ഇതിലൊരു പ്രാണിയുണ്ട്. ആ പ്രാണീനെ ഞാൻ കാണിച്ചാൽ ഒരു പുഴു പോലത്തെ സാധനം. പുഴുവല്ല പ്രാണി. ഇതേ കണ്ട നിറച്ച് പ്രാണി കഴിഞ്ഞു പോകണ്ട. ഏ കാണല്ലേ? ആ സാധനം ക്ലീൻ ചെയ്യുമ്പോൾ മര്യാദയ്ക്ക് ക്ലീൻ ചെയ്തെടുക്കണം. കാണിച്ചു തരാം. പൊട്ടിച്ച് കാണിച്ചു തരാം. വലുതില്ല, ഇതൊക്കെ ചെറുതാണ്. കയ്യിൽ കണ്ട പ്രാണി കയറിയ കണ്ട. ഒരു പേന്ന് പറയാ അവര് കയറാൻ പാടില്ല. ഇതെങ്ങനെയാന്ന് വെച്ചാൽ നന്നാക്കണം. നല്ല വെള്ളം കയറുമ്പോഴേക്കും ഇത് പോവും. ഉപ്പ് വെള്ളത്തിലായോണ്ട് ഉണ്ടായേക്കണേ. കണ്ട ഈ സാധനം ഇതാണ് അതിൽ പിടിച്ചിരിക്കുന്ന സാധനം. ഇത് നമ്മ വേവിക്കുമ്പോൾ ഈ സാധനം ആദ്യം പൊട്ടിച്ചളഞ്ഞ കണ്ട. ഇത് പൊട്ടിച്ചളഞ്ഞിട്ട് വേണം ഇത് പറിക്കാനായിട്ട്. ഇത് പറിച്ച് കുറെ ആയി കഴിയുമ്പോൾ ഇതേപോലെ വെച്ചിട്ട് നമ്മൾ പുഴുങ്ങണം. പൊട്ടിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്നാ ഇതിൻ്റെ നല്ല ഇറച്ചിയിലോട്ട് ഈ അഴുക്ക് കംപ്ലീറ്റ് കയറും. അപ്പോൾ മാക്സിമം ഈ സാധനം വലിച്ച് പൊട്ടിച്ച് കളഞ്ഞിട്ട് വേണം വേവിക്കാൻ. വേവിച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ രണ്ടായിട്ട് തുറന്നു വരും. തുറന്നു വന്നു കഴിയുമ്പോഴേക്കും ഈ അഴുക്ക് ഉള്ളിലോട്ട് കയറി പോകും. അപ്പോൾ ഇത് ഇത്രയും പ്രാണിയും സാധനങ്ങളൊക്കെ കിടക്കണ കാരണം വേവിച്ച് കഴിയുമ്പോൾ ചത്തു വന്നാലും അത് ചിലപ്പോൾ വല്ല വയറിനൊക്കെ വല്ല പ്രശ്നം ഉണ്ടാക്കും. വേണമെങ്കിൽ നമുക്ക് തുറന്ന് കാണാറുണ്ട്. ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ഇറച്ചി. ഇത് വേവിച്ച് കഴിയുമ്പോൾ കറക്റ്റായിട്ട് വിട്ടുവരും. ഈ കക്കയുടെ സൈഡിൽ നിന്നൊക്കെ കറക്റ്റായിട്ട് ഇത് വിട്ടുവരും. വിട്ടു വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഏകദേശം നമ്മുടെ കക്കിറച്ചി പോലെ വിട്ട് കിട്ടും ഓരോന്നോരോന്നായിട്ട്. ഇതിന് ഇത്തിരി പണി കൂടുതലാണ് കക്കിറച്ചിനേലും. കാരണം ക്ലീനിങ് ഒക്കെ നല്ലോണം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് വയറിന് പിടിക്കാൻ സാധ്യതയില്ല. നല്ല ടേസ്റ്റുമാണ്. അതേപോലെ തന്നെ ഇത്തിരി പണി കൂടുതലുണ്ടെന്നുണ്ടെങ്കിലും തിന്നാനായിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ടാവും. അത് ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് ഇവിടെ കല്ലുമ്മക്കായ പറിക്കലും ക്ലീൻ ചെയ്യലും പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും ഒരു പഴല ചെറിയ കടമക്കുടിയുടെ ഒക്കെ ഭംഗി. ഇവിടെ ഒന്നും കൂടി കാണിച്ചു തരാം. കംപ്ലീറ്റ് ചീനവലകളാണ്. എത്ര എണ്ണം ഉണ്ടെന്ന് തന്നെയോട്ടെ. 1 2 3 ഒരു 5-8 10 ഒപ്പല്ല, ഒരു 10-15 എണ്ണം ഉണ്ട്. എന്നാലും നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെയൊക്കെ. കരിമീനല്ലേ? എന്നിട്ട് നച്ചറല്ലേ ഇത്? നച്ചറ ഒരു കാക്കിലുണ്ടെന്ന് പറഞ്ഞേ. തുറലേട്ടാ കുത്തു കിട്ടും. വേണ്ട, ചാടി പോവോ?
ചക്കയുടെ കൂട്ടത്തിലിടണോ? ഏ മീൻ മോഹൻലാലോ ചേട്ടാ ഒരു ചരിവായി. ചാക്കുവല്ലോ ഉണ്ടോന്ന് ചോദിച്ചോക്കട്ടെ ഒരിടത്ത്. ആ കഴുകാത്തത് കൊണ്ടുപോവാൻ. അല്ല ഇത് മറിച്ചിട്ടേക്കണൊക്കെ ചെറുതല്ലേ, വലുത് വേറെ കൊണ്ടുപോണെങ്കിൽ. ഇവിടെ ഇരുന്ന് കൊതുകടിയും കൊണ്ട് ശരിയാക്കണ്ട, വീട്ടിൽ പോയി ശരിയാക്കാം. ഇപ്പൊ ഇവിടെ ഇരുന്ന് ചെയ്യാൻ മഴയൊക്കെ മുറുകണേണ്, അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ ഇതുകൊണ്ട് വീട്ടിൽ പോണേണ്. വീട്ടിൽ പോയിട്ട് ബാക്കി ക്ലീൻ ചെയ്യലും അതിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ കാണാം. അങ്ങനെ അപ്പൊ നമ്മൾ അവിടെ നിന്ന് പറിച്ച കല്ലുമുക്കായാലും കുറച്ച് എടുത്തിട്ടുള്ളൂ. കാരണം വേറെ ഒന്നുമില്ല, അത്രയും നമുക്ക് പുഴുങ്ങണമെന്നുണ്ടെങ്കിൽ വലിയ ചെമ്പിൽ വെച്ച് അടുപ്പത്ത് പുറത്ത് വെച്ച് പുഴുങ്ങേണ്ടി വരും. ഇപ്പൊ മഴ ആയതുകൊണ്ട് നമുക്കിപ്പോ വീഡിയോ കൂടി എടുക്കാനുള്ളതുകൊണ്ട് അത് നടക്കല്ല. അപ്പൊ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമേ കുറച്ച് ക്ലീൻ ചെയ്തെടുത്തേണ്ട്. പിന്നെ ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നേരത്തെ കാണിച്ച പോലെ തന്നെ അതിന്റെ ഈ ഇടയിലുള്ള വള്ളി പൊട്ടിച്ച് കളയണം. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പതുക്കെ അത് കത്തിയോണ്ടൊന്ന് ചിരണ്ടി കളയണ്ട. വേറെ ഒന്നും കൊണ്ടില്ല, ഇത് പുഴുങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇത് മൊത്തം ഇങ്ങനെ തുറന്നു വരും. ഇത് ഓപ്പൺ ആകുമ്പോൾ ഇപ്പൊ ഇതിന്റെ പുറത്ത് എന്തെങ്കിലും അഴുക്കുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ഉള്ളിലോട്ട് കയറി പിടിക്കും. അപ്പൊ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യണം, നല്ലോണം കഴുകി ഇതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിരണ്ടി കളയണം. അപ്പൊ അതെ കുറച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. വെള്ളം നമ്മൾ അധികം ഒഴിക്കണ്ട, കുറച്ച് ഒഴിച്ചാൽ മതി. നമുക്കിത് അടുപ്പത്ത് വെച്ച് ഇനി പുഴുങ്ങിയെടുക്കാം. അപ്പൊ ഇതിന് കുറച്ച് വെച്ച് വെള്ളം ഇതിൽ നിന്ന് തന്നെ ഊർന്ന് വരും. നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിടണം, ഒരുപാട് നിറച്ചൊന്നും ഒഴിക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ വെച്ചേക്കുന്ന വെള്ളത്തിന്റെ അളവ് ചൂടായി തുടങ്ങി. ചെയ്യണ വെള്ളത്തിന്റെ അളവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു അളവാണ്. ഇത് പുഴുങ്ങി വരട്ടെ, എന്നിട്ട് നമുക്ക് ഇത് തുറന്നു കഴിയുമ്പോൾ ഇത് കാണിച്ചു തരാം. ഇത് പതിയെ പതിയെ തുറന്നു വരും, അപ്പൊ അത് കാണിച്ചു തരാം. നമ്മളിത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടില്ല. അതിന് മുമ്പ് തന്നെ ഇതെല്ലാം തുറന്നു വന്ന് തുടങ്ങിയത്. ഇതിങ്ങനെ തുറന്ന് വന്ന് കുറച്ചാകുമ്പോഴേക്കും നമ്മളിതൊന്ന് ഇളക്കി പതുക്കെ ഒന്ന് കൊടുക്കണം. വേറെ ഒന്നുമില്ല, അപ്പോൾ മേളിലുള്ള താഴേക്കും പോവും, താഴത്തുള്ള മേളിക്കും വരും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇനിയിപ്പോൾ തുറന്ന് വരാത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തുറന്നു വന്നോളൂ. അപ്പോൾ ഇതെല്ലാം തുറന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് ഇനി ഇത് ഓരോന്നിന്നും വിട്ടു പോന്നിട്ടുണ്ട് കുറേയൊക്കെ. ഇനി വിട്ടു പോരാത്തുണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ട് പതുക്കെ ഒന്ന് അടർത്തി കൊടുത്താൽ മതി. അപ്പോൾ ഇതിനി രണ്ടാമത് കുക്കറിലിട്ട് വേവിക്കണം, കാരണം ഇത് ജസ്റ്റ് ഒന്ന് വിട്ടു പോന്നിട്ടുള്ളൂ. ഈ ഇറച്ചിക്ക് വേവുള്ളതാണ്, കക്കറച്ചിയുടെ പോലെ തന്നെയാണിത്. ഈ ഇറച്ചിക്ക് വേവുള്ളതാണ്. അപ്പോൾ നമ്മളിത് കുക്കറിലിട്ടിനി വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതിനി അടർത്തി എടുക്കത് വിട്ടു പോരാത്തത്. അതെ വിട്ടു പോരാത്തത് നമ്മളിത് പതുക്കെ ഒന്ന്, വലിയ ബുദ്ധിമുട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല, പതുക്കെ ഒന്ന് അമർത്തിയത് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അത് പോരും. ജസ്റ്റ് കുടഞ്ഞിടാവുന്നതുള്ളൂ. വേണ്ട, ഇതാണ് ഇതേ കല്ലുമ്മക്കായുടെ ഇറച്ചി എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും തോട് പൊളിച്ചിട്ട് ഇതിനകത്ത് നമുക്ക് ഇത്രേ കിട്ടുള്ളൂ. കാരണം തോട് വലുതാണ്, ഇതിനകത്ത് ഈ ഇറച്ചി ചുരുങ്ങി ഇത്രയാവണതാണ്. അപ്പം നമുക്ക് ഇതിനി നല്ലോണം കഴുകണം. ഇതൊന്നും കൂടി നല്ലോണം കഴുകണം, കാരണം വേറെ ഒന്നുമല്ല, ഇപ്പം ഇതിൻ്റെ അകത്ത് വേവിക്കണ സമയത്ത് ഇതിൻ്റെ അകത്ത് ഇനി എന്തെങ്കിലും അഴുക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിലോട്ട് ചിലപ്പോൾ പിടിച്ചിട്ടുണ്ടാവും. അപ്പം നമ്മളിത് നല്ലോണം വാഷ് ചെയ്യണം. ഇനി വാഷ് ചെയ്തിട്ട് നമ്മൾ കുക്കറിൽ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിക്കണം. പിന്നെ അത് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കണം കല്ലുമ്മക്കായ ഇടാം. അപ്പൊ ഇത് 2 വിസിലാണ് കേൾക്കേണ്ടത്. നമുക്കിത് ഇവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ആവശ്യമുള്ള സവാള ഇഞ്ചിയൊക്കെ നന്നാക്കി എടുക്കാം. അതേ പാത്രം ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇത് ചൂടായ എണ്ണയിലോട്ട് സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില ഇത്ര ചേർത്ത് കൊടുക്കാം. ഇത് വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പിട്ടേക്കണതാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഇതിൻ്റെ അകത്ത് ഉപ്പിൻ്റെ ആവശ്യമില്ല. എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇതൊക്കെ നന്നായിട്ട് വാടിയുണ്ട്. കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ആവശ്യത്തിന്,
മസാലപ്പൊടി. ഇതിൽ നന്നായിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് ചേർത്താൽ മതി. ഞാൻ ശേഷം അത് വരണ്ടതിന് ശേഷം കുരുമുളക് പൊടി കുറച്ചുകൂടി ചേർത്താൽ മതി. കുരുമുളക് പൊടിയാണ് ശരിക്കും ഇതിന് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് വേവിച്ച് മാറ്റി വെച്ചേക്കണം കല്ലുമ്മക്കായൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അപ്പോൾ അത് നല്ലോണം ഇത് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്തിട്ട് പ്ലേറ്റിലോട്ട് മാറ്റാം. രഞ്ജു പുറത്തേക്കാണ് ഇന്ന്. രഞ്ജിനോട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല, അച്ഛനടുത്ത് ടേസ്റ്റ് ചെയ്യിപ്പിക്കണേ. അപ്പൊ അച്ഛൻ കഴിച്ചിട്ട് സത്യസന്ധമായിട്ട് പറയണം ഇതെങ്ങനെയുണ്ട് സംഭവം. കുരുമുളക് നല്ലോണം ഫ്രൈ ആയിട്ടില്ലേ? അപ്പൊ കഴിച്ച് ടെസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ എല്ലാരും പ്രിപ്പയർ ചെയ്ത് നോക്കാം. നമുക്ക് തന്നെ പറിച്ച് ചെയ്യാവുന്ന കാര്യമാണിത്. പിന്നെ പറയാനുള്ളത്, ഇതുവരെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.